ദൈവത്തിന്റെ അതിപരിശുദ്ധമുള്ള നാമം ഇന്ന് പകൽക്കാലം മഹത്വമെടുക്കുമാറാകട്ടെ. परमेश्वर के अति पवित्र नाम को आज महिमा मिले. ചാരത്തും ദൂരത്തുമായി ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു. എല്ലാവരെയും വചനം കേൾക്കുവാനായിട്ട് കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. മാത്രമല്ല, വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം കൊറോണ വൈറസിൽ നിന്ന് കാക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. आज हमारे साथ जो इस मीटिंग के जरिए मौजूद हैं, उन सभी को, आसपास और दूर रहने वाले सभी जनों को यीशु मसीह के प्रेम भरे नाम से हम अभिनंदन देते हैं. आप सबका स्वागत है. परमेश्वर आपको कोरोना वायरस और हर प्रकार की व्याधियों से आपको सुरक्षित रखे. ഇന്ന് എല്ലാ മനുഷ്യരും ഫലവിധമാർന്ന വിഷയത്തിലൂടെ പ്രശ്നത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. आज ऐसा वक्त है जब मनुष्य हर प्रकार के समस्याओं से गुजरता है. COVID-19 എന്ന മഹാവ്യാധി മനുഷ്യ മനസ്സിനെ, മനുഷ്യ കുലത്തെ തന്നെ വല്ലാതെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. और जो COVID-19 अर्थात कोरोना वायरस है, उसने मनुष्य के जो जीवन को बहुत ही हिला दिया है, बहुत परेशान कर रहा है. പ്രത്യേകിച്ച് ഡോമട്രികളിൽ കഴിയുന്നതായ 10,000-കണക്കിന് സഹോദരങ്ങൾ വളരെ വിഷമത്തിലും പ്രയാസത്തിലുമാണ് ഈ നാളുകൾ. और खास तौर से जो डॉर्मेट्री में जो हमारे भाई लोग हैं, रह रहे हैं अकेले, वो लोग बहुत ही समस्या और क्लेश में हैं. കാര്യമെന്ന് ചോദിച്ചാൽ ഇന്നലകളിൽ തങ്ങളുടെ കൂടെ താമസിച്ചതായ പലരും ഇന്ന് ഹോസ്പിറ്റൽ ബെഡുകളിലാണ്. വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളാണ് ഈ നാളുകൾ പലരുടെയും അനുഭവം. कारण क्या है? वो ये है क्योंकि वो लोग एक साथ रहते थे, कामकाज करते थे, लेकिन आज उनके कई सहकर्मी जो हैं अस्पताल में भर्ती हैं कोरोना वायरस के कारण, और कई लोग आज अकेलेपन में हैं. ഒരു പക്ഷേ ഇന്ന് പകൽക്കാലം നീ ചോദിച്ചിരിക്കാം, കർത്താവേ ദൈവമേ, എന്തുകൊണ്ടാണ് ഈ മഹാവ്യാധി ഈ രാജ്യങ്ങൾ മേൽ പടർന്നിരിക്കുന്നത്? ഈ മഹാ ഇരുട്ട് ഈ രാജ്യങ്ങൾ മേൽ, ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, അല്ലെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന ഡോമട്രിയിലെ ഞങ്ങളുടെ അല്ലെങ്കിൽ ഭവനങ്ങളുടെ അടുത്ത് വരെ എന്തുകൊണ്ടാണ് ഈ മഹാവ്യാധി കടന്നു വന്ന് അല്ലെങ്കിൽ ഞങ്ങളെ വിഷമിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ന് പകൽക്കാലം തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചില ഹല്ലേലൂയ മറുപടികൾ പറയുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. हो सकता है आप लोग सोच रहे हैं कि हे प्रभु, क्यों ये परेशानियां हमारे ऊपर आज आई हैं, क्यों इतने सारे लोग इस व्याधि के अधीन में हैं, और क्यों मैं इस दौर से गुजर रहा हूँ. इन सब का उत्तर पाने के लिए आज हम परमेश्वर के वचन की ओर देखेंगे. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ഡോണ്ട് വറി, ബി ജോയ്ഫുൾ. आज हम लोग इस विषय में मनन करेंगे कि चिंता मत करो, घबराओ मत, बल्कि आनंदित रहो. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ബുക്ക് ഓഫ് ജെയിംസ്, ദ എപ്പിസ്റ്റൽ ഓഫ് ജെയിംസ് ചാപ്റ്റർ 1 verses 2 to 4. और याकूब की पत्री उसका पहला अध्याय 2 से 4 तक के वाक्य हम देखेंगे. യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് പറയുന്നു, നിങ്ങളുടെ പരിശോധനയ്ക്ക് പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. यहाँ पे याकूब कहता है कि हे भाइयों, तुम जो नाना प्रकार की परीक्षा में पड़े, उसके पीछे एक उद्देश्य है परमेश्वर का. ഒരു വ്യക്തി പരിശോധനയിലൂടെ, പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നുകിൽ ആ സമയത്ത് ആ വ്യക്തിയെ ദൈവത്തിന്റെ ഉദ്ദേശവും ഹിതങ്ങളും അറിയിക്കും. ഇല്ല എങ്കിൽ ആ പരീക്ഷയുടെ മധ്യത്തിൽ തന്നെ, പരീക്ഷ തീരുന്നതിന് മുന്നമേ, പരിശോധന ആ വ്യക്തിയിൽ നിന്ന് മാറുന്നതിന് മുന്നമേ ആ വ്യക്തിയിൽ ദൈവത്തിന്റെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും അറിയിക്കും. ഇല്ല എങ്കിൽ കുറച്ചു സമയം കഴിഞ്ഞതിന് ശേഷം ദൈവം തീർച്ചയായിട്ടും ആ വ്യക്തിയെ അത് ഓർമ്മിപ്പിക്കും. എന്തുകൊണ്ടാണ് കഴിഞ്ഞ നാളുകളിൽ നീ പരീക്ഷയിലൂടെ, പരിശോധനയിലൂടെ കടന്നു പോകുവാൻ ഇടയായതെന്ന് ദൈവം അവനെ അറിയിക്കുവാൻ ഇടയായി. हो सकता है जब एक मनुष्य परीक्षा में पड़े, उसी वक्त परमेश्वर उसको दिखा दे कि क्यों ये परीक्षा आई है. नहीं तो परीक्षा के गुजरने के दौरान वो ये एहसास करता है ये परीक्षा क्यों है. नहीं तो कई बार परमेश्वर परीक्षाओं के बाद कुछ दिनों बाद दिखाते हैं कि परीक्षा के पीछे क्या उद्देश्य था. ഒരു പക്ഷേ ഈ മഹാമാരിക്ക് ശേഷം ദൈവം നിന്നെ നല്ലതുപോലെ ഉപയോഗിക്കുവാൻ ഇപ്പോൾ അവന്റെ പാഠശാലയിൽ നിന്നെ നല്ലതുപോലെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളാണെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തിന് സകല മാനവും മഹത്വവും പുകഴ്ചയും ബഹുമാനവും കൊടുത്ത് ദൈവത്തെ നമുക്ക് ആരാധിക്കാം, ദൈവത്തോടെ കൂടെ ആയിരിക്കാം. हो सकता है कि ये जो कोरोना वायरस का जो दौरान है, जब आप बंद कमरों में हैं, तो परमेश्वर के कार्यशाला में आप आजकल हो, ताकि आप इनके उद्देश्य को पूरी तरह से समझ पाओ.
ഇവിടെ വചനം ആരംഭിക്കുന്നത് എന്റെ സഹോദരന്മാരെ എന്നാണ്. यहाँ पे वचन कहता है हे मेरे भाइयों, എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, വചനം പറയുന്നത് ദൈവമക്കളോടത്രേ. इसका मतलब ये है कि ये वचन परमेश्वर के बेटे बेटियों से है. നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, जब तुम नाना प्रकार की परीक्षाओं में पढ़ो, വിവിധ പരീക്ഷകൾ എന്ന് ഉദ്ദേശിക്കുന്നത് इस नाना प्रकार की परीक्षाओं का अर्थ क्या है? ചെറുതും വലുതുമായ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അത്രേ. वो ये है कि इस जिंदगी के छोटे बड़े जो समस्याएं हैं, അത് സാമ്പത്തികമാകാം, ശാരീരികമാകാം, മാനസികമാകാം, വൈകാരികമായ തലങ്ങളാകാം, കുടുംബ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ COVID-19 ഈ അടുത്ത സമയത്ത് നിന്റെ കൂട്ടുകാർ നിമിത്തമായി നിനക്ക് കൊണ്ടുവന്ന നീ ഹല്ലേലൂയ ഒരിക്കലും ആഗ്രഹിക്കാത്തതായ ഈ രോഗമായിരിക്കാം. हो सकता है ये जो समस्याएं हैं वो आपके शारीरिक तौर से हो या मानसिक तौर पे हो या आर्थिक स्थिति में हो सकता है पारिवारिक कोई समस्या हो, या तो ये COVID-19 या कोरोना वायरस के वजह से आए जो समस्याएं हैं वो आपको घेरे हुए हों. ഇവിടെ വചനം പറയുന്നത് നീ പരിശോധനയിൽ അകപ്പെടുകയാണെങ്കിൽ എന്നല്ല, മറിച്ച് പരിശോധന നിന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന്. इसका यहाँ पे लिखा गया है कि जब तुम नाना प्रकार की परीक्षा में पढ़ो, अर्थात परीक्षा जीवन का हिस्सा है, ना कि अगर तुम परीक्षा में पढ़ो. യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം വാക്യം വചനം പറയുന്നു, മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു, തീപ്പൊരി പോലെ അത് ഉയരങ്ങളിലേക്ക് പറക്കുന്നു. आयुब की पुस्तक उसका 5 के 7 में लिखा है कि मनुष्य क्यों उत्पन्न हुआ है? कष्ट भोगने के लिए, और ये कष्ट जो है चिंगारी के तरह ऊपर उठती जाती है. എന്ന് പറഞ്ഞാൽ തീയുണ്ടെങ്കിൽ തീപ്പൊരിയുണ്ട്, മനുഷ്യനുണ്ടെങ്കിൽ കഷ്ടതയുണ്ട്, അല്ലെങ്കിൽ പരിശോധനയുണ്ട്, പരീക്ഷയുണ്ട്. അത് ജീവിതത്തിന്റെ അപവാച്യ ഘടകം തന്നെയാണ്. और इसका मतलब ये है कि अगर अग्नि है तो जरूर चिंगारियां होंगी. इसी प्रकार परीक्षा इसलिए होगी क्योंकि मनुष्य है. യോഹന്നാന്റെ സുവിശേഷ പുസ്തകം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് സുഖമുണ്ട് എന്നുള്ളതല്ല, യേശു പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഭ്രമിച്ചു പോകേണ്ട, ഹല്ലേലൂയ, ധൈര്യപ്പെട്ടിരിപ്പീൻ, കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. यूहन्ना की इंजील उसका 16:33 में लिखा गया है कि यीशु मसीह ने संसार में तुम्हें क्लेश होता है, ये नहीं कहा कि शांति होगी, लेकिन यीशु मसीह कहता है कि क्लेश होता है, परंतु ढाढ़स बांधो, मैंने संसार को जीत लिया है. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പരിശോധന വരുമ്പോൾ അത് അശേഷം എല്ലാം സന്തോഷമെന്ന് എണ്ണണം. इसीलिए वचन कहता है कि जब आपके सामने परीक्षाएं आए तो आप उसे आनंद की बात समझें. വചനം ചോദിക്കുന്നു, എപ്പോഴാണ് പരീക്ഷ കടന്നു വരുന്നത്? वचन यहाँ पे आप सोच सकते हैं कि ये परीक्षा कब आती है. വചനം പറയുന്നു, എല്ലായ്പ്പോഴും പരീക്ഷകൾ കടന്നു വരാം. वचन कहता है कि हमेशा हो सकता है परीक्षाएं आती रहें. എന്തുകൊണ്ട് ഈ പരീക്ഷകൾ, അതിന്റെ കാരണം എന്താണ്? क्यों ये परीक्षाएं हमारे सामने आती हैं? നിന്റെ ജീവിതത്തെ ദൈവത്തിന് പരിശോധിക്കുവാനും, ഹല്ലേലൂയ, അല്ല എങ്കിൽ ദൈവം അനുവദിച്ചിട്ട് സാത്താൻ നിന്റെ ജീവിതത്തെ പരിശോധിക്കുവാനുമാണ് പരീക്ഷകൾ കടന്നു വരുന്നത്. हो सकता है कि परमेश्वर आपके जीवन को जांचना चाहे, इसलिए ये परीक्षाएं, या तो सातान या शैतान को ये मौका दिया गया है कि तुम्हें परीक्षा में डाला जाए, देखे कि क्या है तुम्हारी जिंदगी में. എന്താണ് പാസ്റ്റർ ഈ പരിശോധനയുടെയും പരീക്ഷയുടെയും ഒക്കെ ഉദ്ദേശം, ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? क्यों पादरी साहब ये परीक्षाएं मेरे जिंदगी में आई है, इसके पीछे क्या उद्देश्य है? First of all, the trials come to test our heart. പരിശോധന കടന്നു വരുന്നത് നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുവാനാണ്. पहली बात यह है कि परीक्षा आती है ताकि हमारे मन को जांचा जा सके. അതിന്റെ ഉദാഹരണമാണ് 2 ദിനവൃത്താന്ത പുസ്തകം 32-ാം അധ്യായം 31-ാം വചനം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഹിസ്കിയാവിനെ കാണുവാൻ കഴിയുന്നു, യെഹെസ്കിയാവിനെ കാണുവാൻ കഴിയുന്നു. और उसका जो उदाहरण ये है, दूसरे इतिहास की किताब अगर हम पढ़े उसके 32वें अध्याय के 31 वाक्य में, जहाँ पे हिजकिया राजा के जिंदगी में परीक्षा आई थी. വചനം പറയുന്നു, യെഹെസ്കിയാവ് ദീനം പിടിച്ചു കിടന്നു. वचन कहता है हिजकिया रोगी था. അവൻ യഹോവയോട് നിലവിളിച്ചു.
और इसके दौरान उसने यहोवा परमेश्वर को पुकारा। ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു, അവന് ഒരു അടയാളം നൽകി. परमेश्वर ने उसकी प्रार्थना सुनी और एक चिन्ह उसे दिया। അങ്ങനെയെങ്കിൽ ഇന്നും നാം വിശ്വസിക്കുന്ന ദൈവം സൗഖ്യദായകനാണ്. ഈസ് യഹോവ റാഫ, അവൻ സൗഖ്യദായകനാണ്. ഇന്നും നീ ദൈവത്തോട് നിലവിളിച്ചാൽ, ദൈവത്തോട് നീ പ്രാർത്ഥിച്ചാൽ, അപേക്ഷിച്ചാൽ, നിന്റെ ദൈവം നിന്റെ ദീനത്തെ പൊറുക്കും, നിന്റെ ദീനത്തെ ദൈവം ഹല്ലേലൂയ മാറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. आमेन। इसी प्रकार आज यही यहोवा परमेश्वर हमारे यहोवा राफा हैं। अगर आप अपनी बीमारी के समय परमेश्वर को पुकारते हैं तो जरूर आपको चंगाई देंगे। ദേശത്ത് സംഭവിച്ചിരിക്കുന്ന ഈ അതിശയത്തെ കുറിച്ച് ചോദിക്കേണ്ടതിന് ബാബേൽ പ്രഭുക്കന്മാർ അവന്റെ അടുത്തെത്തി. और जब ऐसा हुआ, हिजकिया बीमार था तो चंगाई मिली, तो ये सब जानकर उसके पास कुछ लोग उसे देखने के लिए आए थे। 31 വാക്യം പറയുന്നു, അവന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നതൊക്കെയും അറിയുവാൻ തക്കവണ്ണം അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അവനെ വിട്ടുകൊടുത്തു. God left him to test him that he might know what is in his heart. और यहाँ पे 32वें अध्याय के आखिरी में देखेंगे कि परमेश्वर इन हाकिमों को उनके पास जाने दिया, हिजकिया के पास जाने दिया, ताकि ये जान सके कि उसके मन में क्या है। സർവത്തിന്റെയും ഉടയവനായ നിന്റെയും എന്റെയും രക്ഷകന്, സൃഷ്ടാവിന്, ഹല്ലേലൂയ, സർവജ്ഞാനിയായ ദൈവത്തിന് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്ത് എന്ന് മുന്നമേ നല്ലതുപോലെ അറിയാം. നീ ആരാണ്, നീ എന്തായി തീരും, എപ്പോഴും എല്ലാ കാര്യങ്ങളും തമ്പുരാൻ നല്ലതുപോലെ അറിയാം. പക്ഷെ നീ അറിയേണ്ടതിന്, നിന്റെ കൂടെയുള്ളവർ അറിയേണ്ടതിന് ദൈവം അത് പരീക്ഷയ്ക്കായി ഏൽപ്പിച്ചു കൊടുത്തു. हमारे परमेश्वर जो है वो ज्ञानी परमेश्वर है और वो अनादि काल से परमेश्वर है, इसलिए सब कुछ जानते हैं। हमारे मन में क्या रखा है ये बहुत ही अच्छे से जानते हैं। लेकिन ताकि तुम और तुम्हारे दोस्त जान सके कि तुम्हारे मन के अंदर क्या रखा है, इसलिए कुछ परीक्षाएं परमेश्वर अनुमति देते हैं कि तुम्हारे पास आए। എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നമുക്കോരോരുത്തർക്കും അറിയാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം നിങ്ങളുടെ ഹൃദയത്തിലെ ഉദ്ദേശം എന്താണെന്ന്. मेरे सुनने वाले प्रियजनों, हम सबको मालूम है, हर एक को मालूम है हमारे मन के अंदर क्या उद्देश्य रखा है। നമുക്കറിയാം നമ്മുടെ മനോഭാവം എങ്ങനെ ഇരിക്കുന്നു എന്ന്. हमारे मन के विचारों को, चिंताओं को, भावों को हम अच्छे से जानते हैं। എന്ത് ഉദ്ദേശത്തോടെയാണ് ഈ ദൈവത്തെ സേവിക്കുവാൻ പുറപ്പെട്ടതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. हम जानते हैं कि हम किस उद्देश्य से निकले हैं परमेश्वर की सेवकाई के लिए। എന്നാൽ വചനം പറയുന്നു, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ കിരീടം പ്രാപിക്കും, രക്ഷ പ്രാപിക്കും. लेकिन वचन कहता है कि आखिरी समय तक जो वफादार रहे उसी को वो मुकुट मिलेगा। ഹല്ലേലൂയ. യിരെമ്യാ പ്രവചന പുസ്തകം 17-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ വചനം പറയുന്നു, ഹൃദയം എല്ലാറ്റിനേക്കാളും കപട്യം നിറഞ്ഞതും ഹല്ലേലൂയ വിഷമമുള്ളതും അത് ആരാഞ്ഞറിയുന്നവനാർ, ആ ദൈവമല്ലാതെ മറ്റാരും അറിയുന്നില്ല. और यिर्मयाह की किताब 17 अध्याय उसके 9वें वाक्य हमारे मन के बारे में क्या कहता है कि मन तो सब वस्तुओं से अधिक धोखा देने वाला होता है, उसमें असाध्य रोग लगा है और उसका भेद कौन समझ सकता है। അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ മഹാവ്യാധിയുടെ സമയത്ത്, ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് വാട്സപ്പിലും ഫേസ്ബുക്കിലും മൊബൈൽ ഫോണിലും ടിവിയിലും സീരിയലിലും ഒന്നും സമയം കളയാതെ ഒരല്പസമയം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യുന്നുവെങ്കിൽ, അതിൽ ദാവീദ് പറഞ്ഞതുപോലെ 139-ാം സങ്കീർത്തനം 23-ാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തിനെ നിലവുകളെ അറിയണമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ നല്ലതുപോലെ ഒന്ന് അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നത് പോലെ ഈ നാളുകളിൽ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ എന്റെ ഹൃദയത്തെ നീ നല്ലതുപോലെ ഒന്ന് അറിയണമേ, എന്റെ ഹൃദയത്തിന്റെ നിലവുകളെ നീ എന്നെ ഒന്ന് അറിയിക്കണമേ, നീ ആഗ്രഹിക്കുന്നത് എന്തെന്ന് നീ എന്നെ ഒന്ന് അറിയിക്കണമേ എന്ന് ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് നമുക്ക് ചോദിക്കാം, ദൈവത്തോട് നമുക്ക് അടുത്തു വരാം.
और इस कारण Amen. जब हम कोरोना Yes. वायरस के हर एक Oh. प्रभाव से घिरे हुए हैं, बंद कमरों में हैं, तो हम व्हाट्सएप, फेसबुक या टीवी Yes. सीरियल में टाइम ना गुजारे, बल्कि परमेश्वर के सन्निधि में आए, हम लोग नम्र बन जाएं और अपने मनों को जांचें। और जिस प्रकार दाऊद 139वें भजन संहिता Amen. इसमें कहता Yes. है कि मुझे जान ले परमेश्वर, मुझे परख कर मेरी Yes. चिंताओं को जान ले, उसी प्रकार हम भी प्रार्थना करें, हे मेरे परमेश्वर मेरी चिंताओं को जान, मुझे जांच ले। ഒന്നാമതായിട്ട് അത് പരിശോധനകൾ കടന്നു വരുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ അറിയുവാൻ, നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന എന്തെന്ന് അറിയുവാനാണ് നിന്റെ ജീവിതത്തിൽ ഈ പരിശോധന. രണ്ടാമതായിട്ട് ഈ പരിശോധന, the trials come to help us to stay humble. ഹല്ലേലൂയ. നമ്മെ താഴ്മയുള്ളവനാക്കി മാറ്റുവാൻ അതിൽ പരിശോധനകൾ കടന്നു വരുന്നു. तो पहली Amen. बात यह है कि ये परीक्षाएं इसलिए आती है हमारी जिंदगी में ताकि हमारे मन को हम जांच ले, और दूसरी बात जो है वो इसलिए आती है Amen. ताकि हम अपने मन को हम्बल कर सकें, नम्र कर सकें। വചനത്തിൽ അനേക ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. हम लोग वचन में कई उदाहरण दे सकते हैं। ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ തനിക്ക് ഉയർത്തിപ്പിടിക്കുവാൻ അനവധിയായ കാര്യങ്ങളുണ്ട്. और जब हम प्रेरित पौलुस की जिंदगी को देखते हैं तो कई कारण मिलेंगे जब वो घमंड के साथ खड़ा हो सकता है। ഉയർത്തെഴുന്നേറ്റതായ ക്രിസ്തുവിനെ കണ്ടതായ വ്യക്തിയാണ് പൗലോസ്. ക്രിസ്തു നേരിട്ട് വിളിച്ചു വേർതിരിച്ച വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. प्रेरित पौलुस एक ऐसे व्यक्ति है जिसने जी उठे यीशु को देखा है। Yes. और उस मसीह को उसने आमने सामने दर्शन में देखा था और कई वचन उनसे प्राप्त किए हैं। അനേക സഭകൾ സ്ഥാപിച്ച വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. സഭയ്ക്ക് ലേഖനം എഴുതിയ വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. രോഗികളെ സൗഖ്യമാക്കിയ വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. അനേകർക്ക് മാതൃകയായ വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. ആ പൗലോസ് പറയുകയാണ്, और ऐसे प्रेरित पौलुस हैं जिन्होंने कई कलीसियाओं की स्थापना की थी, जिन्होंने कई ऐसे लेख लिखे थे, पत्रिकाएं लिखी थी, कई ऐसे चंगाई के काम किए थे, और कई मनुष्य के सामने बहुत अच्छा एग्जाम्पल या उदाहरण थे। और ऐसे एक व्यक्ति थे पौलुस प्रेरित। 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ വചനം പറയുന്നു, വെളിപ്പാടിന്റെ ആധിക്യത്താൽ ഞാൻ അധികമായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ജഡത്തിൽ എനിക്കൊരു ശൂലം തന്നിരിക്കുന്നു. लेकिन यही बात जो है आप ध्यान दे, कहते हैं 2 कुरिन्थियों उसके 12 के 7 में कि ताकि मैं प्रकाशन के बहुतायत से फूल ना जाऊं, अर्थात घमंड ना करूं, इसलिए मेरे शरीर में एक कांटा चुभाया गया है। പൗലോസ് ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, ഈ ശൂലം നിനക്ക് തന്നിരിക്കുന്നത് ഹല്ലേലൂയ നിന്നെ താഴ്ത്തി എന്റെ കരങ്ങൾ ഇണങ്ങിയതായ ഒരായുധമാക്കി മാറ്റുവാനാണ്. ഹല്ലേലൂയ. ഈ ശൂലം തന്നപ്പോൾ തന്നെ അതിന്റെ പിന്നിൽ ഹല്ലേലൂയ നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുവാൻ തക്കവണ്ണം എന്റെ കൃപയും നിനക്ക് പകർന്നിട്ടുണ്ട്. അതുകൊണ്ട് നീ ധൈര്യമായിരിക്കുക പ്രിയ ദൈവവൈതലേ. और परमेश्वर कहते हैं कि ये जो कांटा तुम्हारे अंदर इसलिए दिया गया है ताकि तुम्हारे अंदर घमंड ना हो, बल्कि तुम बहुत नम्र हृदय से रहो। लेकिन ढाढ़स बांधो, धीरज बांधो, कभी भी तुम नीचे नहीं होंगे क्योंकि मैं तुम्हारे साथ हूँ। സ്വർഗത്തിലെ ദൈവം നിന്നെ അധികമായി സ്നേഹിക്കുന്നത് കൊണ്ട് ഈ പരിശോധനയിലും പരീക്ഷയിലും ഈ കൊറോണ കാലത്തും ദൈവം തന്റെ കൃപയിൽ നിന്നെ പൊതിഞ്ഞിരിക്കുന്നു. ദൈവം തന്റെ കൃപയിൽ നിന്നെ കാത്തിരിക്കുന്നു. ദൈവം നിന്റെ കൃപയിൽ നിന്നെ പരിപാലിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ അനവധിയായ കൃപ നിന്മേൽ ചൊരിഞ്ഞിരിക്കുന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോട് നമുക്ക് സ്തോത്രം ചെയ്യാം. कोरोना वायरस के काल में भी परमेश्वर का जो अनुग्रह है उसमें आप ढांपे गए हो। हर एक समस्याओं के मध्य में भी आप परमेश्वर के अनुग्रह के नीचे हो। इसको याद करके आप परमेश्वर का धन्यवाद हमेशा करते रहें। ഇവിടെ ഈ വചനം വായിക്കുമ്പോൾ 3-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു, the trials refining our faith. ഹല്ലേലൂയ. നമ്മുടെ പരിശോധന നമ്മളെ ശുദ്ധീകരിക്കുന്നു, നമ്മുടെ വിശ്വാസ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നു എന്ന് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. और याकूब के जो पत्रिका है उसका पहले अध्याय 3 में जैसे लिखा गया है कि जो परीक्षाएं हैं इसके वजह से हमारा विश्वास और शुद्ध हो जाता है।
ഒന്ന് പത്രോസ് ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, തീയിൽ ശോധന കഴിക്കുന്ന പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. पहले पत्रोस किताब में भी हम देखेंगे कि वहां भी लिखा गया है कि जिस प्रकार आग से जो एक सोना निकला जाता है, उसी प्रकार तुम्हारा विश्वास भी परखा जाएगा ताकि तुम बहुत खरे हो जाओ. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ വെള്ളി ശുദ്ധീകരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. मलाकी की जब पुस्तक पढ़ेंगे 3 के 3रे वाक्य में लिखा गया है, जिस प्रकार एक ताने वाले एक सुनार जो है वो चांदी या सोने को आग में डाल के शुद्ध करता है, उसी प्रकार हम शुद्ध होते हैं. ഇത് കേട്ടതായ ഒരു കൂട്ടം സഹോദരിമാർ ഒരിക്കൽ ഹല്ലേലൂയ 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 ഒരു തട്ടാന്റെ അരികിൽ ചെന്നിട്ട് ചോദിച്ചു, ഈ വെള്ളി എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നതെന്ന് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. और जब कुछ बहनों ने स्त्रियों ने ये बातें सुनी तो उन्होंने एक सुनार के पास वे लोग गए ताकि वो पूछ सके, और सुनार से पूछा उन्होंने कि किस प्रकार आप चांदी या सोने को शुद्ध करते हो. തട്ടാൻ പറഞ്ഞു, ഈ എന്റെ കയ്യിലിരിക്കുന്ന ഈ സ്വർണം നിങ്ങൾ കണ്ടുവോ, അല്ലെങ്കിൽ ഈ വെള്ളി നിങ്ങൾ കണ്ടുവോ, ഇത് ഞാൻ തീയിലേക്ക് വെക്കുക. और उसने सुनार ने कहा कि मेरे हाथ में देखो, आप ये चांदी को देखो या सोने को देखो, अब मैं इसको आग में डालूंगा. ഞാൻ എപ്പോൾ ഈ വെള്ളി തീയിൽ വെച്ചുവോ അതിനുശേഷം ഞാൻ വേറെ എങ്ങും പോകുകയില്ല. എന്റെ കണ്ണ് അല്ലെങ്കിൽ എപ്പോഴും ഞാൻ നോക്കുന്നത് സൂക്ഷ്മതയോടെ ഈ വെള്ളിയിലാണ്. और जब मैं इसे आग में डालता हूँ, मैं इस काम को छोड़कर और कहीं नहीं जाता, बल्कि मैं अपनी नजरें उसी पर लगाता हूँ. അത് പാകമാകുമ്പോൾ ഞാൻ എന്നെ വെളിയിലെടുത്ത് അതിനെ നല്ലതുപോലെ ചതയ്ക്കും, ഇടിക്കും. और जब वो पिघल जाए उसके बाद मैं बाहर लाता हूँ, फिर उसको फिर दोबारा कूटने लगता हूँ. ഞാൻ അത് വീണ്ടും തീയിൽ വെക്കും, വീണ്ടും അത് ഞാൻ വെളിയിലെടുക്കും. ഞാൻ ആഗ്രഹിക്കുന്ന വണ്ണം ഒരു ഉരുപ്പടിയാകുന്നത് വരെയും ഞാൻ എന്നെ തീയിൽ വെച്ച് ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. मैं फिर उसको वापस आग में डालता हूँ, फिर बाहर निकाल के कूटता हूँ, और ये प्रक्रिया जारी रहती है और मैं उसे शुद्ध करता चला जाता हूँ. ഇതൊക്കെ കണ്ടു നിന്നതായ സഹോദരിമാർ ചോദിച്ചു, എപ്പോഴാ അല്ലെങ്കിൽ തട്ടാനെ ഈ വർക്ക് ഒന്ന് അവസാനിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, और जब इन बहनों ने पूछा, हे सुनार कब ये काम खत्म होता है आपका, അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, എന്റെ മുഖം എപ്പോൾ ഈ വെള്ളിയിൽ പ്രതിബിംബിക്കുന്നുവോ അപ്പോൾ ഞാൻ ഇതിനെ തീയിൽ നിന്ന് ദൂരേക്ക് മാറ്റും. तब ये बहनों से सुनार ने कहा कि जब मैं अपने ही रूप को इस सोने या इस चांदी में देखूं, तब मैं ये काम बंद करता हूँ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇതുപോലെയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ദൈവം ശോധന ചെയ്യുന്നത്, ശുദ്ധീകരിക്കുന്നത്. പ്രതിസന്ധികളും പരിശോധനകളും പരീക്ഷകളും ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് ദൈവം നമ്മളെ അനുദിന ജീവിതത്തിൽ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ്, വിശ്വാസത്തിൽ നമ്മളെ ശുദ്ധീകരിക്കുകയാണ്, ദൈവം നമ്മളെ ശോധന ചെയ്യുകയാണ്. और परमेश्वर के जनों, इसी प्रकार परमेश्वर भी हमारी जिंदगी में कुछ परीक्षाएं, कुछ क्लेश या कष्ट आने की अनुमति देते हैं ताकि हम विश्वास में और खरे और दृढ़ और स्थिर हो सके. ഒന്ന് പത്രോസ് ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ വചനം പറയുന്നു, അല്പകാലത്തേക്കുള്ള നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ആനന്ദിക്കണം, എപ്പോഴും ആനന്ദിക്കണം. ഈ അല്പകാല കഷ്ടങ്ങൾ മാറിപ്പോകും, സന്തോഷത്തിന്റെ നാളുകൾ തീർച്ചയായിട്ടും സർവശക്തനായ ദൈവം നമുക്ക് നൽകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആനന്ദിക്കണം. हम लोग पहले पत्रोस उसके पहले अध्याय के 6वें वाक्य में भी देखेंगे, वहां पे लिखा गया है कि जब हम नाना प्रकार के परीक्षाओं में पड़ते हैं, ये कुछ दिनों के लिए होते हैं, लेकिन हम उदास ना हो बल्कि मगन हो, क्योंकि हम जानते हैं कि परमेश्वर इसके लिए जरूर हमें कुछ इनाम देंगे. 3-ാം വാക്യത്തിൽ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ട്രയൽസ് ഡെവലപ്പിംഗ് പ്രിസർവറൻസ്, അല്ലെങ്കിൽ പരിശോധന നമ്മുടെ ജീവിതത്തിൽ സ്ഥിരത ഉളവാക്കുന്നു. और हम तीसरे वाक्य के याकूब की इंजील पहले के 3 में दोबारा देखेंगे कि विश्वास के परखे जाने से धीरज उत्पन्न होता है. സ്ഥിരത എന്ന് പറഞ്ഞാൽ എന്താണ്? धीरज क्या होता है? ഞാൻ എന്റെ എല്ലാ സാഹചര്യങ്ങളിലും, അത് അനുകൂലമായിരുന്നാലും പ്രതികൂലമായിരുന്നാലും, എന്റെ ദൈവത്തോടെ കൂടെ നടക്കും. ദൈവത്തെ ഞാൻ മറുത്തു പറയുകയില്ല, ഞാൻ മറുതലിച്ച് ദൈവത്തെ വിട്ടുപോകുകയില്ല. അതത്രേ സ്ഥിരത എന്ന് പറയുന്നത്. और ये धीरज का उत्पन्न होना या का क्या मतलब है कि मैं चाहे अनुकूल
हमारे सामने सिचुएशन हो, चाहे प्रतिकूल हो, हम हर समस्या के समय पे भी गुजरे, चाहे कुछ भी हो, हर स्थिति में हम परमेश्वर के खिलाफ कुछ नहीं बोले, बल्कि हम परमेश्वर को पकड़े रहेंगे। എന്ന് ഞാൻ ദുഃഖത്തോട് പറയട്ടെ, അനേകരുടെ സ്ഥിരത ഈ നാളുകളിൽ തണുത്തു പൊക്കൊണ്ടിരിക്കുന്നു. അനേകരുടെ വിശ്വാസം ഈ നാളുകളിൽ തണുത്തു പൊക്കൊണ്ടിരിക്കുന്നു. लेकिन आप लोग से मैं कह दूं कि हर एक जनों की जो ये स्थिरता है, विश्वास में सिद्धि है, वो एकदम ठंडा होता जा रहा है। മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ വചനം പറയുന്നു, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നു, ദൈവവുമായിട്ടുള്ള ബന്ധം തണുത്തു പോയിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നു. मत्ती की 24 के 12 से 14 तक अगर हम पढ़ेंगे तो देखेंगे वहाँ पे लिखा गया है, अधर्म के बढ़ने के कारण बहुतों के प्रेम एकदम ठंडे हो गए हैं, परमेश्वर के प्रति भी उनका प्रेम एकदम ठंडा हो गया है। എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടുമെന്ന് വചനം പറയുന്നു. लेकिन वचन कहता है कि जो अंत तक धीरज रहेगा उसी का उद्धार होगा। അല്പത്തിൽ നാം വിശ്വസ്തനായിരുന്നാൽ ദൈവം നമ്മളെ അധികത്തിൽ വിചാരനാക്കുന്ന ദൈവമാണ്. अगर कुछ बातों में, छोटे बातों में विश्वासी योग्य बने तो परमेश्वर हमें बड़ी बातों का अधिकारी बनाने के योग्य हैं। അവസാനത്തോളം നാം സഹിച്ചു നിന്നാൽ, പിടിച്ചു നിന്നാൽ, നാം കേൾക്കുന്ന ഒരു വാക്കുണ്ട്, കേൾക്കുവാൻ പോകുന്ന ഒരു വാക്കുണ്ട്, നല്ലവനും വിശ്വസ്തനുമായ എന്റെ ദാസനേ, ഹല്ലേലൂയ, യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. अगर हम आखिरी समय तक, अंतिम समय तक विश्वास को प्रभु को पकड़े रहे तो हम क्या सुनेंगे? हमारे प्रभु हमसे कहेंगे, मेरे बच्चों, मेरे अच्छे और विश्वास योग्य दासी, अपने स्वामी के आनंद के सहभागी हो जाओ। അല്ലെങ്കിൽ നാം കേൾക്കുവാൻ പോകുന്നത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 23-ാം വാക്യത്തിൽ കാണുന്ന അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവേൻ എന്ന വാക്കാ. लेकिन अगर हम विश्वास योग्य ना रहे तो प्रभु हमसे क्या कहेंगे? मत्ती की इंजील 7:23 में लिखा गया है कि मैं कहूंगा कि ये कुकर्म करने वालों मेरे पास से चले जाओ। हालेलुया. 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് യാക്കോബിന്റെ പുസ്തകം, യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണുന്നു, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ എന്നത്രേ. और याकूब की इंजील जब हम दोबारा से पढ़ते हैं, जो भाग हमने पढ़ा था पहले का, दूसरा से 4, उसमें 4 में लिखा है कि धीरज को पूरा काम करने दो और ताकि तुम पूरे और सिद्ध हो जाओ और तुम में किसी बात की घटी ना रहे। Trials mature our faith. പരിശോധന നമ്മൾ തികഞ്ഞ വിശ്വാസത്തെ ഉളവാക്കുന്നു. परीक्षा हमारे विश्वास को सिद्ध करती है। ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് നമ്മളെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരണമെന്നാണ്, പൂർണ്ണ വളർച്ചയെത്തണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. परमेश्वर चाहते हैं कि हम लोग विश्वास में पूर्णता प्राप्त करें, विश्वास में स्थिर हो जाएं और उनके साथ हमेशा के लिए रहें। അതുകൊണ്ടാണ് എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ വചനം പറയുന്നു, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയിലും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണമായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. आमीन. इफिसियों के खत अगर हम 4:12 में पढ़ेंगे तो यहाँ पे लिखा है, जिससे पवित्र लोग सिद्ध हो जाएं और सेवा का काम किया जाए और मसीह की देह उन्नति प्राप्त करे। ये है परमेश्वर का उद्देश्य। എങ്ങനെയാണ് ഹല്ലേലൂയ അത് പ്രാപിപ്പാൻ കഴിയുന്നത്? പരിശോധനയിൽ പൂർണ്ണ സഹിഷ്ണുത പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവോളവും ക്രിസ്തുവെന്ന തലയോളം വളരുവാനിടയായി തീരുകയുള്ളൂ. हम किस प्रकार उन्नति प्राप्त करते हैं मसीह की देह होने के नाते? यदि हम परीक्षा को हम अच्छे तौर पे लें और उसमें मजबूत रहे, प्रभु को पकड़े रहे, अपने विश्वास में स्थिर हो जाए, तब हम मसीह के साथ उन्नति प्राप्त करेंगे। അങ്ങനെയെങ്കിൽ പരിശോധന എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ അഭിവാജ്യ ഘടകം തന്നെയാണ്. ആമേൻ. कारण हम देखेंगे जो ये परीक्षा है वो मसीही जीवन को दिखाती है और उसका भाग है। ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ മനസ്സിലാക്കണം നിന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതി എന്താണെന്നുള്ളത്. ഹല്ലേലൂയ. അത് ഒരിക്കലും ഒരു മുറിയിൽ ഹല്ലേലൂയ കയറിയിരുന്ന
അല്ലെങ്കിൽ എപ്പോഴും വാട്സപ്പും മൊബൈലും ടിവിയും ഒക്കെ ഓണാക്കി സന്തോഷിക്കുക മാത്രമല്ല, ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവോളം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വചനത്തിൽ അല്ലെങ്കിൽ നീ വളർന്നു വരണമെന്ന്, നീ പക്വത പ്രാപിക്കണമെന്ന്, വിശ്വാസത്തിൽ പക്വത പ്രാപിക്കണമെന്ന് ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. इसी कारण मसीह के लोगों, आप लोग जान लो कि परमेश्वर क्या उद्देश्य रखे हुए हैं। इसलिए आप बंद कमरों में व्हाट्सएप, फेसबुक और ये सब चीजें में समय ज्यादा बिताने के बजाय आप लोग मसीह के साथ चलने की कोशिश करें, उनके साथ ज्यादा से ज्यादा समय बिताएं। ഹല്ലേലൂയ. ഒരു വെയിറ്റ് ലിഫ്റ്റർ ഹല്ലേലൂയ എങ്ങനെയാണോ അനുദിനം തന്റെ മസിലുകൾ വളർത്തിയെടുക്കുന്നത്, അതുപോലെ നാമും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ അനുദിനം വചനത്തിൽ നാം വളർത്തിയെടുക്കണം. जिस प्रकार एक वेट लिफ्टर जो है वो अपने पेशे के मुताबिक हर दिन अपने मांस हड्डी को मजबूत बनाए रखता है, उसी प्रकार हमने मसीह में उन्नति अगर प्राप्त करनी है तो हर दिन मसीह के साथ वो संबंध बनाए रखना है। ഹല്ലേലൂയ. അത് ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്നതല്ല, അനുദിനം നീ തന്നെ ഹല്ലേലൂയ നിന്നെ ശോധന ചെയ്ത് നീ വചനത്തിൽ നീ വളർന്നു വരണം. वो ऑटोमेटिक होने वाली बात नहीं है, लेकिन आपने ही अपने आप को जानकर मसीह के साथ समय बिताकर उसे बढ़ाते रहना है। ഒരു മനുഷ്യൻ ഒരിക്കൽ തന്റെ തോട്ടത്തിലേക്ക് ചെന്നപ്പോൾ एक मनुष्य एक दफा अपने बगीचे में गया, അവിടെ മനോഹരമായ ഒരു ചിത്രശലഭത്തിന്റെ കൂട് കണ്ടു. കൊക്കൂൺ, ഒരു കൂട് കണ്ടു, പുഴുക്കൂട് കണ്ടു. और वहां पे देखा एक तितली का एक कोकून था, कोकून जिसके अंदर उसका बच्चा होता है। ആ മനുഷ്യൻ വളരെ സൂക്ഷ്മമായിട്ട് ആ പുഴുക്കൂട് ഒന്ന് നോക്കുവാനിടയായി തീർന്നു. और उसने गौर से इस कोकून को देखा। ആ കൂടിന്റെ ഒരറ്റം പതുക്കെ തുറന്നു വരുന്നതായിട്ട് കണ്ടു. फिर उसने नोटिस किया कि उसका एक जो हिस्सा था वो थोड़ा सा खुल रहा था। അതിനകത്തൊരു പുഴു, ഒരു ലാർവ വളരെ ശക്തമായി പുറത്തു വരുവാൻ അല്ലെങ്കിൽ ബന്ധപ്പെടുന്നതായിട്ട് അദ്ദേഹത്തിന് കാണുവാനിടയായി തീർന്നു. और उसने देखा उसके अंदर से एक जो लावा है बहुत ही प्रयास कर रहा था कि वो बाहर निकल सके। പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി, എത്ര ശ്രമിച്ചിട്ടും ഇത് പുറത്തു വരുന്നില്ല, ഈ തോട് പൊട്ടി വരുന്നില്ല. और देखा कि ये जो कीड़ा है कितना भी मेहनत करे बाहर नहीं निकल रहा, क्योंकि ये कोकून जो है नहीं फट रहा था। ആ നല്ല സ്നേഹനിധിയായ ദയാലുവായ അദ്ദേഹം ഒരു സിസർ എടുത്തു കൊണ്ടുവന്ന് ആ അല്ലെങ്കിൽ ആ പൊട്ടിയതായ ഭാഗത്ത് ഒന്ന് വിശാലത വരുത്തി കൊടുത്തു. लेकिन ये जो मनुष्य बहुत ही दयावान था, उसने क्या किया, सीजर लेके इस कोकून के किनारे से इसको चीरा। അതിനകത്തിരുന്നതായ പുഴു പെട്ടെന്ന് അല്ലെങ്കിൽ വീർത്തു വെളിയിൽ വരുവാനിടയായി തീർന്നു. और क्या हुआ, ये जो कीड़ा था वो बड़ी जल्दी से उसके अंदर से बाहर निकल पाया। അദ്ദേഹം സൂക്ഷ്മമായി നോക്കിയപ്പോൾ വീർത്തതായ ഒരു ശരീരവും ശോഷിച്ചതായ രണ്ട് ചിറകുകളും. और फिर जब इस मनुष्य ने देखा तो ये जो कीड़ा था बहुत सूझा हुआ था उसका शरीर, लेकिन जो पंख थे बहुत सिकड़े हुए थे। ചിത്രശലഭത്തെ കുറിച്ച് അറിയാത്തതായ ഈ വ്യക്തി, അതിന്റെ രൂപാന്തരത്തെ കുറിച്ച് അറിയാത്തതായ വ്യക്തി ഹല്ലേലൂയ വീണ്ടും സസൂക്ഷ്മം അത് നിരീക്ഷിക്കുവാനിടയായി തീർന്നു. फिर उसने देखा कि ये जो मनुष्य है जो देख रहा था वो नहीं जानता था कि ये जो स्टेजेस होते हैं बटरफ्लाई के या तितली के, जो स्तर होते हैं अलग अलग, जो जिससे उसे गुजरना पड़ता है एक तितली बनने के लिए, वो नहीं जानता था। और वो उसको गौर से देखता रहा, इंतजार करता रहा। അദ്ദേഹം ചിന്തിച്ചു, എത്രയും പെട്ടെന്ന് ഈ ചിത്രശലഭത്തിന് ചിറകുകൾ വെച്ച് ഇത് പറന്നു പോകുമെന്നാണ് അദ്ദേഹം കരുതിയത്. എന്നാൽ ഞാൻ പറയട്ടെ, ആ ചിത്രശലഭം ഒരിക്കലും അവിടെ നിന്ന് പറന്നില്ല. കാര്യം അത് പല രൂപാന്തര ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിരുന്നു. അത് തന്നെ അതിന്റെ മസിലുകളെ വളർത്തി അതിന്റെ ചിറകുകളെ ഹല്ലേലൂയ ഘട്ടം ഘട്ടമായി ഹല്ലേലൂയ രൂപപ്പെടുത്തിക്കൊണ്ട് വരേണ്ടതാകണോ. അത് പ്രകൃതി അതിന് നിയമിച്ചു നൽകിയതാണ്. പക്ഷെ ഈ മനുഷ്യൻ സഹായിക്കാൻ ചെന്നതുകൊണ്ട് അത് ആ ചിത്രശലഭത്തിന് ഉയരങ്ങളിലേക്ക് പറക്കുവാൻ കഴിഞ്ഞില്ല. लेकिन आप जान ले, ये जो कीड़ा है कभी भी एक तितली में नहीं बदल सका और कभी भी उड़ नहीं पाया, क्योंकि प्रकृति ने ये नियम बनाया है उसे कई स्तरों से गुजर के जाना है तभी वो तितली बनेगा। लेकिन इस मनुष्य ने दयालु होने के नाते उस स्तर को बीच में से ही काट दिया था, इसलिए वो कभी भी उड़ नहीं पाया। അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെയും ജീവിതത്തില് ഹല്ലേലൂയ പരിശോധനകളും പരീക്ഷകളും വരുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന്, കർത്താവേ എന്നെ ഇതിൽ നിന്ന് വിടിപ്പിക്കണമേ എന്ന് പറഞ്ഞ വചനത്തിൽ നമ്മൾ ആഴമായി ഹല്ലേലൂയ ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ, ദൈവവുമായിട്ട് ഒരു ആഴമായ ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ, പ്രാർത്ഥനയിൽ നമ്മൾ ഉറ്റരിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, തീർച്ചയായിട്ടും നമുക്ക്
വചനത്തിൽ പക്വത പ്രാപിപ്പാൻ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പക്വത പ്രാപിപ്പാൻ, നമ്മുടെ പ്രാർത്ഥനയിൽ പക്വത പ്രാപിപ്പാൻ, ഹല്ലേലൂയ, ഉയരങ്ങളിലേക്ക് പറക്കുവാൻ അത്യന്ത ശക്തിയെ പ്രാപിക്കുന്ന ഇതിൽ പക്വത പ്രാപിപ്പാൻ ഇടയായി തീരും. हालेलुया। हम भी विश्वास जिंदगी को जब हम देखते हैं तो हम लोग परमेश्वर के सामने आए और कहें, परमेश्वर मुझे माफ कीजिए, मेरे अंदर यह कमियां हैं और आप। യാക്കോബിന്റെ ലേഖനത്തിൽ ആകെ 5 അധ്യായങ്ങളാണുള്ളത്. याकूब के जब हम लेख पढ़ेंगे वहां पे देखेंगे 5 अध्याय हैं. ഓരോ അധ്യായത്തിലും ദൈവമക്കൾ അനുവർത്തിക്കേണ്ടതായ, പക്വത പ്രാപിക്കേണ്ടതായ, വിശ്വാസത്തിൽ തികഞ്ഞു വരേണ്ടതായ കാര്യങ്ങളാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. एक एक अगर हम अध्याय को पढ़ेंगे देखेंगे कि वहां पे लिखा है हम किस प्रकार हम परिपक्व हो सकते हैं अपने विश्वास में, किस प्रकार सिद्धि प्राप्त कर सकते हैं. നിന്റെ പ്രാർത്ഥനയിൽ നീ തികഞ്ഞവനായി തീരണം. अपनी प्रार्थना में आप सिद्ध बने. നിന്റെ വിശ്വാസ ജീവിതത്തിൽ നീ തികഞ്ഞവനായി തീരണം. विश्वास जीवन में सिद्ध बने. നിന്റെ സഹിഷ്ണുതയിൽ നീ തികഞ്ഞവനായി തീരണം. अपने धीरज के कामों में विश्वास बने. നീ കിരീടം പ്രാപിക്കുന്നതിൽ തികഞ്ഞവനായി തീരണം. मुकुट प्राप्त करने के लिए आप सिद्ध बने. പ്രലോഭനത്തിൽ വീഴാതെ നീ തികഞ്ഞവനായി തീരണം. और वो परिपक्वता हो कि आप किसी प्रलोभन में ना पड़े. നീ കേൾക്കുന്നതിൽ തികഞ്ഞവനായി തീരണം. आप सुनने के बातों में परिपक्वता, നീ സംസാരിക്കുന്നതിൽ തികഞ്ഞവനായി തീരണം. सुनने की बोलने के कामों में परिपक्वता हो. നിന്റെ അനുദിന പ്രവൃത്തിയിൽ നീ തികഞ്ഞവനായി തീരണം. रोजमर्रे के कार्यों में भी परिपक्वता हो. വിധവയെയും അനാഥനെയും കെയർ ചെയ്യുന്നതിൽ, സംരക്ഷിക്കുന്നതിൽ നീ തികഞ്ഞവനായി തീരണം. विधवाओं को और अनाथों के जो देख रेख हो उसमें आप परिपक्व हो. ലോകത്തിന്റെ മാലിന്യങ്ങൾ വീഴാതെ, മലിനപ്പെട്ടു പോകാതെ നീ അവിടെ തികഞ്ഞവനായി തീരണം. जो ये संसार के जो गंदगी है वो आप पे ना पड़े, इसीलिए आप पवित्रता में परिपक्व हो. മുഖപക്ഷം കാണാതെ, കാണിക്കാതെ അവിടെ നീ തികഞ്ഞവനായി തീരണം. आप किसी का पक्ष ना ले, इसमें आप परिपक्व हो. നാവിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നീ തികഞ്ഞവനായി തീരണം. अपने जुबान को कंट्रोल में रखने के लिए परिपक्व हो. ദൈവ പരിജ്ഞാനത്തിൽ വളർന്നു വരുന്നതിൽ നീ തികഞ്ഞവനായി തീരണം. परमेश्वर के ज्ञान में आप बढ़ते जाए, इसमें परिपक्व हो. അല്ല, വഴക്കുണ്ടാക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാതിരിക്കുന്ന കാര്യത്തിൽ നീ തികഞ്ഞവനായി തീരണം. आप लड़ाई ना करे, इसमें आप परिपक्व हो. നീ വിശ്വസ്തനായി തീരണം. आप वफादार बने. നീ സമർപ്പണത്തിന്റെ കാര്യത്തിൽ നീ തികഞ്ഞവനായി തീരണം. समर्पण करने की बातों में आप परिपक्व बने. ക്ഷമയുടെ കാര്യത്തിൽ നീ തികഞ്ഞവനായി തീരണം. आप क्षमा करने के लिए परिपक्व बने. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ നീ തികഞ്ഞവനായി തീരണം. विश्वास में प्रार्थना करने में परिपक्व हो जाए. അവസാനമായി ഭാവിയെ നേർവഴിക്ക് നടത്തുന്ന കാര്യത്തിൽ നീ തികഞ്ഞവനായി തീരണം. और आखिरी में लिखा है कि आप पापियों को सही रास्ता दिखाने में परिपक्व हो जाएं. ഇങ്ങനെയാണ് എല്ലാറ്റിലും നാം തികഞ്ഞവരായി തീരണം. ഒന്നിലും രണ്ടിലും പോരാ. എല്ലാ കാര്യത്തിനും അനുദിന ജീവിതത്തിൽ നാം തികഞ്ഞവനായി തീർന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നിത്യതയിൽ ചേരുവാനിടയാകുകയുള്ളൂ. आमेन. आप देखेंगे कि हर बातों में, एक दो बातों में नहीं बल्कि हर एक इन बातों में आप परिपक्व बन जाए, तब आपका विश्वास सिद्ध होगा. പ്രിയ ദൈവമക്കളെ, ഈ പരിശോധനയുടെ സമയത്ത്, ഈ കൊറോണ വൈറസ് വല്ലാതെ വിഷമിപ്പിക്കുന്നതിന്റെ ജീവിത സമയത്ത് നീ ഹല്ലേലൂയ പക്വത പ്രാപിപ്പാൻ നിനക്ക് കഴിഞ്ഞിട്ടല്ല എങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിനക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ്. നീ ദൈവകരങ്ങൾ നിന്നെ തന്നെ സമർപ്പിക്കുക. നിന്റെ കുറവുകളെ കണ്ടെത്തുക. അല്ലെങ്കിൽ ദൈവഹിതം എന്താണെന്ന് നീ തിരിച്ചറിയുക. നീ ദൈവസന്നിധിയില് മുഴങ്കാൽ മടക്കി ഉപവാസത്തോടെ നീ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായ അല്ലെങ്കിൽ നിന്റെ പരീക്ഷയുടെ സമയത്ത് നിനക്ക് സന്തോഷിപ്പാനിടയായി തീരും. प्रियजनों, इसलिए आप ये कोरोना वायरस के ये फैलाव के समय में आप लोग घबराएं ना, लेकिन आप लोग अपनी जिंदगी को और सिद्ध करें, विश्वास को सिद्ध करें और आप लोग प्रार्थना में, परमेश्वर के वचन को पढ़ने में और परमेश्वर के साथ चलने में और समय बिताएं, ताकि आप परमेश्वर से और आशीष प्राप्त कर सकें. അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കൗണ്ട് ഇറ്റ് ഓൾ ജോയ്. എല്ലായ്പ്പോഴും എല്ലാം സന്തോഷം എന്ന് എണ്ണി വിശ്വാസത്തിന്റെ അതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് വളർന്നു വരാം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ
ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. और ആമേൻ. और अंतिम में लिखा गया है कि आप लोग अपने विश्वास में और बढ़ जाएं और इस परीक्षाओं को पूरे आनंद की बात समझे। जब आप आमेन। पढ़ते हैं कभी भी आप निराश ना हो बल्कि आनंद की बात उसे समझे और परमेश्वर आपको और भी आशीष से भरे। इन्हीं बातों से मैं अपने इस वचन को यहाँ पे समाप्त करना चाहूंगा। വീണ്ടും കാണും വരെയും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. और फिर से जब हम मिलेंगे तब समय तक परमेश्वर आपको सुरक्षित रखे, परमेश्वर आपके साथ रहे। आमीन।